നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർ അവരവരുടെ കാലയളവുകളിൽ അതാത് പഞ്ചായത്തുകളിൽ നടപ്പിലാക്കി വന്നിട്ടുള്ള പ്രവർത്തനങ്ങളും ഇനി നടപ്പാക്കാനായി വിഭാവനം ചെയ്യുന്ന ലക്ഷ്യങ്ങളും എല്ലാം കേരള വിഷൻ ന്യൂസിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പമുള്ളത് മലപ്പുറം ജില്ലയിലെ മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഷരീഫ ബഷീറാണ്. എൻ്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയിലെ മാറാക്കര പഞ്ചായത്തിന്റെ പദ്ധതികളിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമാണ് നമ്മൾ ഇന്ന് പോകുന്നത്. മാലിന്യ സംസ്കരണ മേഖലയിൽ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്തുകളിൽ ഒന്നാണ് മാറാക്കര. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലും ഭിന്നശേഷി വയോജന സൗഹൃദ മേഖലകളിലുമെല്ലാം മികച്ച നേട്ടം കൂടി കൈവരിക്കാൻ മാറാക്കര പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മാറാക്കര പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും പങ്കുവയ്ക്കാനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KP ഷരീഫ ബഷീറുണ്ട്. നമസ്കാരം ശ്രീമതി ഷരീഫ. ഈ കഴിഞ്ഞ 5 വർഷ കാലയളവിനിടെ മാറാക്കര പഞ്ചായത്തിന് നിരവധി നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി സവിശേഷതകളുള്ള പഞ്ചായത്താണ്. ഈ ഒരു 5 വർഷ കാലത്തിനിടയിൽ പഞ്ചായത്തിനെ കുറിച്ചും പഞ്ചായത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും പ്രവർത്തനങ്ങളെ കുറിച്ചും ഒന്ന് വിശദമാക്കാമോ? ഒരുപാട് പദ്ധതികൾ നമ്മൾ 2020 ഈ ഭരണസമിതി വന്നതിന് ശേഷം ആവിഷ്കരിച്ചിട്ടുണ്ട്. നമുക്ക് ശ്മശാനം, അതുപോലെ തന്നെ BHCL ഹാള്, അതുപോലെ നമുക്ക് വയോജനങ്ങളെ ഉല്ലാസയാത്ര കാര്യങ്ങള്, അതുപോലെ ഭിന്നശേഷിക്കാർക്ക് യാത്രകള്, അതുപോലെ നമുക്ക് ഭിന്നശേഷിക്കാർക്ക് ഒരുപാട് സേവനങ്ങൾ നമ്മൾ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ പഞ്ചായത്തിൽ 20 വാർഡാണുള്ളത്. ആ വാർഡുകളില് 20 മെമ്പർമാര് എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ച് ഓരോ പ്രവർത്തനങ്ങളുമായി നല്ല സൗഹൃദപരമായിട്ടാണ് ഞങ്ങളുടെ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. കൃഷി മേഖലയിലായാലും നല്ല നെല്ല്, അതേപോലെ തെങ്ങ്, കഴുങ്ങ്, വെറ്റില, ജാതി എന്നീ കൃഷികൾക്ക് വിത്തും വളവും അതുപോലെ അതിന് കൂലിച്ചെലവും എല്ലാം സബ്സിഡിയോട് കൂടി നല്ല ഒരു പരിപാടി ഞങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷീരകർഷകര മേഖലയിൽ കുറ്റിപ്പുറം ബ്ലോക്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകരുള്ള ഒരു പഞ്ചായത്താണ് ഞങ്ങളുടെ പഞ്ചായത്ത്. യുനാനി ഹോസ്പിറ്റൽ സ്വന്തമായിട്ട് ഞങ്ങൾക്കൊരു 35 ലക്ഷം രൂപക്ക് MP ഫണ്ട് ഉപയോഗിച്ച് ഒരു കെട്ടിടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് ഒരു ബിൽഡിങ് MLA 50 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ പഞ്ചായത്തിൽ നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാലിന്യ സംസ്കരണം, മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ള ആ ഒരു മേഖലയിൽ മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും മുന്നിലുള്ള പഞ്ചായത്തുകളിലൊന്നാണ് മാറാക്കര പഞ്ചായത്ത്. നിരവധിയായ പ്രവർത്തനങ്ങൾ അവിടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് എടുത്ത് നടത്തുന്നുണ്ട്. വളരെ മികച്ച ഒരു ഹരിതകർമ്മസേന ടീം, അതുപോലെ തന്നെ കുടുംബശ്രീയുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടൊരു മാലിന്യ സംസ്കരണ പദ്ധതി, 100% ഡോർ ടു ഡോർ കളക്ഷൻ, അത്തരത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണവും അല്ലെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുള്ള നിയമലംഘനങ്ങൾക്ക് പിഴ ഏർപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. മറ്റേതെല്ലാം രീതികൾ അല്ലെങ്കിൽ ഈ പദ്ധതികളെല്ലാം എങ്ങനെയാണ് ഇത്ര വിജയകരമായി ഫലപ്രദമായി പഞ്ചായത്ത് നടത്തിയെടുക്കുന്നത്? ഈ ഒരു മാലിന്യ നിർമ്മാർജ്ജനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന പഞ്ചായത്ത് എന്നൊരു നേട്ടം പഞ്ചായത്ത് കൈവരിച്ചത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞങ്ങൾ മാലിന്യ സംസ്കരണത്തിൽ നമ്മുടെ പഞ്ചായത്ത് 3ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് MCF ഇല്ല, എന്നാലും ഞങ്ങളുടെ 40 ഹരിത കർമ്മസേനാംഗങ്ങള് നല്ല പ്രവർത്തനമായിട്ടാണ് ഓരോ വീടുകളിൽ ചെന്ന് 100% ഡോർ കളക്ഷൻ നമുക്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് MCFന് ഞങ്ങൾ സ്വന്തമായിട്ട് സ്ഥലത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. അത് കിട്ടുന്ന പക്ഷെ ഞങ്ങൾ അതിൽ സ്വന്തമായി ബിൽഡിംഗ് ഉണ്ടാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ സ്കൂളുകളിലായാലും അംഗൻവാടികളിലായാലും പൊതുസ്ഥലങ്ങളിലൊക്കെ നമ്മള് അവരെ ബോധവൽക്കരണ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് വരുന്ന ആദ്യം നമ്മൾ അവർക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കും. അത് കഴിഞ്ഞിട്ടും അവര് അതിന് അനുകൂലിക്കുന്നില്ലെങ്കിൽ നമ്മൾ പിഴ ചുമത്തിക്കൊണ്ടൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് മാലിന്യ നിർമ്മാർജ്ജന രംഗത്തെ നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചു വരുന്ന നടപടികൾ, അതായത് ഈ പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതും അതുപോലെ തന്നെ ജലാശയങ്ങളിലും മറ്റും മാലിന്യം ഒഴുക്കി വിടുന്നതും നിക്ഷേപിക്കുന്നതും പോലുള്ള നിയമലംഘനങ്ങളെ ഏതെല്ലാം തരത്തിലുള്ള നടപടികളിലൂടെയാണ് പഞ്ചായത്ത് നേരിടുന്നത്? അത് നമ്മളിപ്പോ ഉദ്യോഗസ്ഥരുമായി ഇങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്യോഗസ്ഥരുമായിട്ട് അവിടെ പോയിട്ട് അവരോട് നേരിട്ട് സംസാരിക്കും.
അപ്പൊ അതിനവര് വില കൽപ്പിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവർക്ക് അതിനുള്ള ഫൈൻ ഈടാക്കിക്കൊണ്ടുള്ള നടപടി എടുക്കും. എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അതിന് ഇറങ്ങിയിട്ട് അതിന് പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആരോഗ്യ രംഗത്ത് ഇത്തരത്തിൽ മാതൃകാപരമായ ചില പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട്. MP ഫണ്ടെല്ലാം ഉപയോഗിച്ചുകൊണ്ട് യുനാനി ഡിസ്പെൻസറിക്ക് സ്വന്തമായൊരു കെട്ടിടം തന്നെ നിർമ്മിക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു യുനാനി മേഖലയെ അല്ലെങ്കിൽ യുനാനി വൈദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്നത് എന്തെല്ലാമാണ്? യുനാനി ഹോസ്പിറ്റലുമായി അവര് ചികിത്സ, കിടത്തി ചികിത്സ, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി, ലാബ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോ ഈ സ്വന്തമായിട്ട് ബിൽഡിംഗ് വന്നിട്ട് അതിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നല്ല നിലയിൽ നമുക്ക് ഉദ്ഘാടനത്തിന് സജ്ജമായി കൊണ്ടിരിക്കുകയാണ്. നമ്മളെ MP ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോ നമുക്ക് സ്വന്തമായിട്ട് ഒരു ബിൽഡിംഗ് ഇല്ലാത്തത് ഇങ്ങനെ സ്വന്തം സ്ഥലം കിട്ടി. അപ്പൊ അതില് നമ്മൾ ഈ ബിൽഡിങ്ങും ഒക്കെ ആയി എല്ലാം സജ്ജീകരിച്ച് ഈ അടുത്ത മാസം തന്നെ നമ്മൾ ഉദ്ഘാടനത്തിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല ഡോക്ടേഴ്സും അതുപോലെ തന്നെ നമുക്ക് അതിൽ ലാബും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനൊക്കെ നമ്മള് ഓഫീസ് ആളുകളെ വെച്ചിട്ട് മുന്നോട്ട് പോവാൻ. യുനാനിക്ക് പുറമെ പഞ്ചായത്തിൽ തന്നെ ഹോമിയോ അതുപോലെ തന്നെ ആയുർവേദ ഡിസ്പെൻസറികൾ കൂടി പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ടാകുമല്ലോ. അപ്പോൾ അത്തരത്തിൽ യുനാനിക്ക് പുറമെ ആയുർവേദ ഡിസ്പെൻസറികളും ഹോമിയോ ഡിസ്പെൻസറികളും എങ്ങനെയാണ് പ്രവർത്തിച്ചു വരുന്നത്? അവയ്ക്ക് ആവശ്യമായ മരുന്നുകൾ, അതുപോലെ തന്നെ ആവശ്യമായ ഡോക്ടർമാർ, മറ്റ് സൗകര്യങ്ങൾ മുതലായവയെല്ലാം ഈ ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികളിൽ ഏർപ്പെടുത്താൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ടോ? ആ വിഭാഗങ്ങളിലേക്കായി മാറ്റിവെച്ചിട്ടുള്ള പദ്ധതികൾ എന്തെല്ലാമാണ്? അവർക്ക് മരുന്ന്, അതേപോലെ തന്നെ മറ്റ് എല്ലാ ചികിത്സക്കുള്ള മരുന്ന്, സാലറി, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് പഞ്ചായത്ത്. ഹോമിയോക്കായാലും ആയുർവേദത്തിനായാലും ഒക്കെ, യുനാനിക്കും ഒക്കെ എല്ലാ സ്ഥാപനങ്ങൾക്കും നമ്മൾ പഞ്ചായത്ത് തന്നെയാണ് മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഭിന്നശേഷി അതുപോലെ തന്നെ ഭിന്നശേഷി വിഭാഗക്കാർക്ക് വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതികളെക്കുറിച്ച് പറയുകയുണ്ടായല്ലോ. ഭിന്നശേഷി സൗഹൃദമായ പഞ്ചായത്താണ്. അതുപോലെ തന്നെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, അത് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളല്ലാത്തവരായാലും അവർക്ക് വേണ്ടി പ്രത്യേകമായി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികൾ അവരുടെ ഉല്ലാസത്തിനും അതുപോലെ തന്നെ അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുമായി പഞ്ചായത്ത് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? നമ്മൾ സ്വന്തമായിട്ട് 52 ലക്ഷം രൂപ MLA ഫണ്ട് ഉപയോഗിച്ച് അവർക്ക് ഒരു ബഡ്സ് സ്കൂൾ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് ഭിന്നശേഷി ടൂറ്, അവർക്ക് വേണ്ട ഉപകരണങ്ങൾ, അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ 8 സെന്റ് സ്ഥലം നമ്മൾ സ്വന്തമായിട്ട് വാങ്ങി ഈ ബഡ്സ് സ്കൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിലാണ് ഇപ്പൊ നമ്മൾ പണി കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 2 മാസത്തിനുള്ളിൽ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മളെ മക്കളെ അതിലേക്ക് ആക്കാനുള്ള സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ടൂറായാലും അവർക്ക് വേണ്ട ഉപകരണങ്ങളായാലും എല്ലാം പഞ്ചായത്ത് 2 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തുടർന്നും നടത്താനുള്ള ഫണ്ടും കാര്യങ്ങളും നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ഈ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ രംഗത്ത് എന്തെല്ലാം നടത്താൻ സാധിച്ചിട്ടുണ്ട്? അവർക്ക് ബഡ്സ് സ്കൂൾ അല്ലാതെ തന്നെ സാധാരണ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതും, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് എത്തുന്നതിനുള്ള സൗകര്യങ്ങൾ, പൊതുവിദ്യാലയങ്ങളിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളെ കൂടി അക്കോമഡേറ്റ് ചെയ്യുന്നതിനായ ആവശ്യമായ രീതിയിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതും, പൊതുവിദ്യാലയങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതും, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പഞ്ചായത്തിന് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഭിന്നശേഷി സൗഹൃദ വിദ്യാലയങ്ങളും ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള കളിയിടങ്ങളും പൊതു ഇടങ്ങളും എല്ലാം വളർത്തിയെടുക്കുന്നതിൽ പഞ്ചായത്തിന് എന്തെല്ലാം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? ഭിന്നശേഷി കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ അവരെ സ്കൂളിലേക്ക് എത്തിക്കാനുള്ള വണ്ടി സൗകര്യമൊക്കെ പഞ്ചായത്ത് നൽകുന്നുണ്ട്. റാമ്പ്, അവർക്ക് ആ സ്കൂളിലേക്ക് എത്തിപ്പെടാന് വന്നു കഴിഞ്ഞാൽ അവർക്ക് കയറി പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും, വീൽ ചെയർ എല്ലാം നമ്മൾ പഞ്ചായത്ത് അവർക്ക് സൗഹൃദം എല്ലാം വെച്ചിട്ടുണ്ട്. അവരുടെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഊന്നൽ നൽകിക്കൊണ്ടാണ് നമ്മുടെ മാറാക്കര പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ അംഗൻവാടിയായാലും നമ്മൾ കേരളത്തിൽ തന്നെ ഒരു പഞ്ചായത്ത് നടത്താത്ത ഒരു ന്യൂനത പദ്ധതിയായിട്ട് നമ്മൾ അംഗൻവാടി കുട്ടികൾക്ക് യൂണിഫോം, അവർക്ക് ടാഗ് കഴിഞ്ഞ വർഷം വെച്ച് നല്ലൊരു പദ്ധതിയായിട്ടാണ് നമ്മളത് നടത്തിക്കൊണ്ട് തുടർന്നും അവർക്ക് ഇനി വരുന്ന കുട്ടികൾക്കും കൊടുക്കാനുള്ള പദ്ധതി ഈ വർഷവും നമ്മൾ വെച്ചിട്ടുണ്ട്. 38 അംഗൻവാടിയാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. 37 അംഗൻവാടിക്കും സ്വന്തമായി കെട്ടിടം ആയി ഒരു
ഒരു അംഗനവാടിക്ക് സ്ഥലം എടുത്ത് അല്ലെങ്കിൽ പദ്ധതി വെച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി വെച്ചിട്ട് അതിനു മുമ്പ് ഈ ഉടനെ തന്നെ നമുക്ക് അംഗനവാടി സ്ഥാപിക്കാൻ കഴിയും. അതുപോലെ തന്നെ 30 അംഗനവാടികളോളം നമുക്ക് സ്മാർട്ട് ആയിട്ടുണ്ട്. ബാക്കി 6-7 അംഗനവാടിയും കൂടി സ്മാർട്ട് ആവാനുള്ളൂ. അതിനും പദ്ധതി വെച്ചിട്ടുണ്ട്. ബ്ലോക്കും ജില്ലയും ഒക്കെ സംയുക്തമായിട്ട് എല്ലാം നല്ല രീതിയിൽ നമ്മുടെ ഈ പഞ്ചായത്തിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഈ ഭരണസമിതിക്ക്. ഈ അംഗനവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ മാതൃശിശു സംരക്ഷണം, അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്കായുള്ള പോഷകാഹാരവും, അതുപോലെ തന്നെ അവരുടെ മറ്റ് സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതും അടക്കമുള്ള കാര്യങ്ങൾ അംഗനവാടികൾ വഴിയാണല്ലോ നടത്തി വരുന്നത്. കൗമാരക്കാർക്കുള്ള അയൺ ഗുളികകളുടെ വിതരണം, അതുപോലെ തന്നെ മാതൃശിശു സംരക്ഷണത്തിനായുള്ള പോഷകാഹാരത്തിൻ്റെ വിതരണം, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അംഗനവാടികൾ വഴിയാണ് നമ്മൾ നടത്തി വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി തന്നെ നടത്താൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഏതെങ്കിലും പ്രതിസന്ധികൾ നേരിടുകയോ സമയബന്ധിതമായി ഈ പോഷകാഹാര വിതരണവും അതുപോലെ തന്നെ സൗകര്യ വികസനവും എല്ലാം അംഗനവാടികൾ വഴി നടത്താൻ കൃത്യമായി സാധിക്കാറുണ്ടോ? തീർച്ചയായിട്ടും എല്ലാം കൃത്യമായി ആ സമയത്ത് നമുക്ക് നടത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അത് തന്നെയാണ്. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു വർഷം കൂടി അതിനുള്ള എല്ലാ പദ്ധതിയും ഫണ്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വകയിരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ആരോഗ്യരംഗത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, നമ്മൾ യുനാനി വൈദ്യത്തിൻ്റെ കാര്യം പറഞ്ഞു. യുനാനി വൈദ്യത്തിന് ഒരു കെട്ടിടം, സ്വന്തമായി ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട് MP ഫണ്ട് ഉപയോഗിച്ച്. അതുപോലെ തന്നെ യുനാനിക്ക് പുറമെ ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികളും നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. കൃത്യസമയത്ത് മരുന്നുകളും അതുപോലെ തന്നെ മരുന്നുകളുടെ ദൗർലഭ്യമൊന്നും ഇല്ലാതെ തന്നെ കൃത്യമായി ഡോക്ടർമാർ വരുന്ന ഡിസ്പെൻസറികളായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവയ്ക്ക് പുറമെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്നത് എത്തരത്തിലാണ്? അതായത് ഫാമിലി ഹെൽത്ത് സെൻ്ററുകൾക്ക് പുറമെ കുറച്ചുകൂടി സൗകര്യങ്ങളുള്ള ആശുപത്രികളിലേക്ക് മാറുകയും അതുപോലെ തന്നെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം, വാക്സിനേഷനുകളും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളും ഏത് രീതിയിലാണ് പഞ്ചായത്തിൽ നടന്നു വരുന്നത്? നമ്മുടെ ആരോഗ്യ മേഖലയിലായാലും നമുക്ക് FSC ആണ് നമ്മുടെ പഞ്ചായത്ത് ഇതുവരെ FSC ഹാളായിട്ടായിരുന്നു. ഇപ്പൊ ഇനി CFCക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് അംഗീകരിക്കുന്ന വർഷം നമ്മൾ അതിനുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ MLA MP ഫണ്ടൊക്കെ ഉപയോഗിച്ച് ബിൽഡിങ്ങിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുമായി നല്ല പ്രവർത്തനം, വാക്സിനേഷൻ ആയാലും എല്ലാ കൃത്യസമയത്ത് കുഞ്ഞുങ്ങൾക്കുള്ളതായാലും, പിന്നെ നമ്മളെ മുമ്പ് കോവിഡ് സമയത്തൊക്കെ നമുക്ക് ആ സമയത്ത് എല്ലാം കൃത്യമായിട്ട് നമുക്ക് നമ്മളെ പഞ്ചായത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മളെ ആരോഗ്യ മേഖലയിൽ നമ്മുടെ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ഈ പൊതുജനാരോഗ്യ രംഗത്ത് ആശാവർക്കർമാരെയും അതുപോലുള്ള വളണ്ടിയർമാരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റ് ആരോഗ്യ പ്രവർത്തനങ്ങൾ, ശുചീകരണവും അതുപോലെ തന്നെ മഴക്കാലം മറ്റ് പകർച്ചവ്യാധികളൊക്കെ പകരുന്ന സമയത്ത് കൃത്യമായ അവബോധം സൃഷ്ടിക്കലും കിണറുകൾ ശുചീകരിക്കുന്നതും അതുപോലെ തന്നെ പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്യുന്നതും അടക്കമുള്ള പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി തന്നെ നടപ്പാക്കാറുണ്ടോ? എല്ലാം സമയബന്ധിതമായി നടക്കേണ്ട സ്കൂള് നമ്മൾ NSSന്റെ കുട്ടികളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ എല്ലാ ഭാഗത്തും ശുചീകരണ പ്രവൃത്തികളൊക്കെ മുന്നോട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹരിത പഞ്ചായത്തായിട്ട് നമുക്ക് കുടുംബശ്രീ മുഖേന നമ്മുടെ പഞ്ചായത്തില് 235ഓളം അയൽക്കൂട്ടങ്ങളുണ്ട്. ഈ അയൽക്കൂട്ടത്തിൽ 222 അയൽക്കൂട്ടങ്ങളും ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവര് നല്ല നല്ല പ്രവർത്തനങ്ങളായിട്ട് നമ്മളെ ഈ ഹരിത കർമ്മസേനാംഗങ്ങളായാലും NRDSന്റെ പ്രവർത്തകരായാലും ഒക്കെ കൂട്ടായ്മയോടുകൂടി എല്ലാ ശുചീകരണ പ്രവർത്തനത്തിനും ആശാവർക്കർമാര് കിണർ ക്ലോറിനേഷൻ ചെയ്യാനുള്ള സാംക്രമികളും മറ്റും എത്തിച്ചു കൊടുത്ത് അവർ ഓരോ വീടുകളിൽ ചെന്ന് ബോധവൽക്കരണ ക്ലാസ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്ത് അതിനൊക്കെ എല്ലാം കൂട്ടായ ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീ അതുപോലെ തന്നെ അയൽക്കൂട്ടം പദ്ധതികൾ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അടിത്തറയിൽ പ്രവർത്തിക്കാൻ സഹായകമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കുടുംബശ്രീയും അയൽക്കൂട്ടം പദ്ധതികളുമെല്ലാം. അപ്പോൾ കുടുംബശ്രീക്കും അതുപോലെ തന്നെ കുടുംബശ്രീ വഴി സ്ത്രീ ശാക്തീകരണ മേഖലയിലേക്കും എന്തെല്ലാം പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന് നടത്താൻ സാധിച്ചിട്ടുണ്ട്? സംരംഭങ്ങൾ ആരംഭിക്കുന്നതും അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള കുടിൽ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതെല്ലാം പോലെ സ്ത്രീ ശാക്തീകരണത്തിനായി പഞ്ചായത്തിന് നടത്താൻ സാധിച്ചിട്ടുള്ള പ്രവർത്തികൾ എന്തെല്ലാമാണ്? നമ്മളെ കുടുംബശ്രീ മോഡൽ CDS പ്രഖ്യാപിച്ചതിന് ശേഷം ഒരുപാട് പദ്ധതികൾ നമ്മൾ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് മൃഗസംരക്ഷണം, കൃഷി മേഖല, സ്വയം തൊഴില്, കൃഷി, ഫുഡ്, അങ്ങനെയുള്ള അതേമാതിരി ക്ലോറിനേഷൻ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ കുടുംബശ്രീ മുഖേന നമ്മുടെ
ഓരോ ആളുകൾക്കും ഓരോ കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് സ്വയം സംരംഭമായാലും കൂട്ടായിട്ടുള്ള സംരംഭത്തിനൊക്കെ നല്ല പ്രവർത്തനം 130ഓളം സംരംഭകര് നമ്മുടെ പഞ്ചായത്തിലുണ്ട്. എല്ലാവിധ സഹായങ്ങളും സ്വന്തമായിട്ട് ചെയ്യുന്നവർക്കായാലും കൂട്ടായിട്ട് 2-3 കൂടി അങ്ങനെ ചെയ്യുന്ന കുടുംബ സംരംഭമായാലും ഒക്കെ നല്ല പ്രവർത്തനങ്ങളാണ് നമ്മളെ കുടുംബശ്രീ മുഖേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിന് വേണ്ട എല്ലാ പദ്ധതികൾക്കും അവരെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ മാറാക്കര പഞ്ചായത്തിന്റെ വിശേഷങ്ങളും വികസന പദ്ധതികളും ക്ഷേമ സ്വപ്നങ്ങളുമെല്ലാമാണ് എൻ്റെ പഞ്ചായത്തിൽ ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. പഞ്ചായത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി നമുക്കൊപ്പം എത്തിയിരിക്കുന്നത് ശ്രീമതി KP ഷെരീഫ ബഷീറാണ്. നമ്മളിപ്പോൾ ആരോഗ്യരംഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണ മേഖലയിൽ കുടുംബശ്രീയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഏതൊരു പഞ്ചായത്തിനെയും ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം അവയുടെ നട്ടെല്ലായി വർത്തിക്കുന്നത് എപ്പോഴും കാർഷിക മേഖല തന്നെയാണ്. അത്തരത്തിൽ ഈ പഞ്ചായത്തിലെ ഭൂരിഭാഗം വരുന്ന ഒരു കൃഷി രീതി അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൃഷി ഇനം എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിനാണ് ആ ഒരു പ്രാധാന്യം ലഭിക്കുന്നത്? മാത്രമല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ, മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തെല്ലാം ഈ ഒരു കാർഷിക മേഖലയിൽ ചെയ്യാൻ മാറാക്കര പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്? നമ്മൾ നെൽകൃഷിക്ക് അതുപോലെ തന്നെ മറ്റ് ഫലവൃക്ഷ തൈകള് എല്ലാം ഓരോ വർഷവും നമ്മൾ പദ്ധതി വെച്ചിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് അതുപോലെ തന്നെ മാവിൻ തൈകള് റെഡ് ലെഡി തന്നെ നമ്മളെ അങ്ങനത്തെ ഒരുപാട് തൈകള് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ കൊല്ലം അവർക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് നമ്മൾ പദ്ധതി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതേപോലെ മട്ടുപാവി പച്ചക്കറി കൃഷി, അതിന് ചട്ടി, അത് അതിക്കുള്ള വളം തൈകള് ഒക്കെ വിതരണം ചെയ്ത് 3 വർഷമായി നമ്മൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തരിശുഭൂമിയിൽ കൃഷി യോഗ്യമാക്കല്, അതിനൊക്കെ നമ്മള് പഞ്ചായത്തിന്റെ പദ്ധതിയോടുകൂടി കൃഷിഭവനുമായി സംയുക്തമായി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ 3 വർഷമായിട്ട് നമ്മൾ ചട്ടി അതേപോലെ അതിക്കുള്ള വളം തൈകള് ഒക്കെ നമ്മൾ കൊടുത്തിട്ട് നല്ല കൃഷിമേഖല വന്നിട്ട് കൃഷി താല്പര്യമായി വന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനെല്ലാ പ്രോത്സാഹനം, അവർക്ക് വിത്തും വളം, അതിനുള്ള കൂലിച്ചെലവ് എല്ലാം കൊടുക്കുന്നുണ്ട്. കാർഷിക മേഖലയോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒന്നാണ് ജലവിതരണം, അതുപോലെ തന്നെ ജലലഭ്യത എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നെല്ലിനങ്ങളുടെയും മറ്റും കൃഷിക്ക് വളരെയധികം വെള്ളം വേണ്ടി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ ജലസേചനത്തിനായി ഉപയോഗിക്കുന്ന മാർഗങ്ങൾ, ജലസേചനത്തിനായി എന്തെങ്കിലും ഇറിഗേഷൻ്റെ പ്രത്യേക പദ്ധതികൾ അവിടെ നടപ്പിലാക്കി വരുന്നുണ്ടോ? അത്തരത്തിൽ ഈ ഒരു ജലക്ഷാമം നേരിടുന്ന ഒരു പ്രദേശം ആണോ ഈ പഞ്ചായത്ത്? അത്തരത്തിലുള്ള ഒരു ജലക്ഷാമത്തെ എങ്ങനെയാണ് നേരിടുന്നത്? നമ്മൾ സ്വന്തമായിട്ട് ഇപ്പൊ നമ്മളെ പഞ്ചായത്ത് തന്നെ 3 കുളങ്ങള് നമ്മള് നിർമ്മിച്ചു. അതിലൊക്കെ വെള്ളം കെട്ടി നിർത്തി. അതുപോലെ തന്നെ മറ്റു പൊതു കുളങ്ങളൊക്കെ സൈഡ് കെട്ടി ആൻഡ്രയിൽ വെച്ച് ഒക്കെ വെള്ളം നല്ല നമുക്ക് ശേഖരിക്കാൻ പറ്റുന്ന രൂപത്തിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേമാതിരി കുളം, തോട്, അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. നെൽകൃഷിക്കായാലും അതിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തടയണ നിർമ്മാണം, അത് നമ്മൾ 2020, 2022, 2021, 2022 നമ്മൾ പദ്ധതി MLA രൂപത്തിൽ തടയണ, തോട്, സൈഡ് കെട്ടല് അങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് വെള്ളത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ജൽജീവൻ പദ്ധതിയുടെ വെള്ളം നമ്മൾ കുടിവെള്ള ആവശ്യത്തിന് 90% നമ്മുടെ പഞ്ചായത്തിലായിട്ടുണ്ട്. ഈ പൊതുനിരത്തുകൾ, പഞ്ചായത്ത് റോഡുകളും അതുപോലെ തന്നെ അല്ലാതെയുള്ള പൊതുനിരത്തുകളുടെയും സംരക്ഷണം പഞ്ചായത്ത് എങ്ങനെയാണ് കാര്യക്ഷമമായി ചെയ്യുന്നത്? ഇത്തരത്തിൽ ഇപ്പോഴും റോഡ് ഗതാഗതത്തിന് സൗകര്യമില്ലാത്ത പ്രദേശങ്ങൾ പഞ്ചായത്തിലില്ല എന്ന് കരുതുന്നു. അത്തരത്തിൽ പൊതുനിരത്തുകളുടെ സംരക്ഷണവും പൊതുനിരത്തുകളുടെ നവീകരണവും എത്തരത്തിലാണ് പഞ്ചായത്ത് നടത്തി വരുന്നത്? പുതിയ റോഡുകളൊക്കെ നമ്മൾ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മള് പുതിയ റോഡുകളൊക്കെ ഗതാഗത യോഗ്യമായിട്ടുണ്ട്. 30 കിലോമീറ്ററോളം നമ്മള് ഈ സമയത്ത് നമ്മൾ ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് പുതിയ റോഡുകള്. അതുപോലെ തന്നെ കുടിവെള്ളത്തിനായാലും എല്ലാത്തിനും നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ച്, തെരുവിളക്കുകൾ വെച്ച് 32 കിലോമീറ്ററോളം നമ്മൾ സ്ട്രീറ്റ് മൈൻ വലിച്ചുകൊണ്ട് തെരുവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ഇനിയും ഇപ്പോഴും നമ്മൾ പദ്ധതി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത പദ്ധതിയിൽ നമ്മൾ ബാക്കിയുള്ള ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല ഒരു എല്ലാ മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങളുടെ പഞ്ചായത്ത് 20 വാർഡും മുന്നോട്ട് പോകുന്നത്.
ഭിന്നശേഷി സൗഹൃദമായ ഒരു പഞ്ചായത്താണ്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷി വിഭാഗക്കാരായ ആളുകൾക്കും വേണ്ടി നിരവധിയായ പ്രവർത്തനങ്ങൾ വളരെ ഫലപ്രദമായി നടത്തി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ പരിചരണം ആവശ്യമായി വരുന്ന ഒരു വിഭാഗമാണ് വയോജനങ്ങൾ. കൃത്യമായ പരിചരണവും കൃത്യമായ ഒരു കരുതലും അതിനോടൊപ്പം തന്നെ അവരെ വീടുകളിൽ തന്നെ തളച്ചിടപ്പെടാതെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് മറ്റ് പ്രവർത്തനങ്ങളിലേക്കും അവരെ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ വയോജന പരിപാലന രംഗത്ത് പഞ്ചായത്ത് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ അവർക്കായി വയോജന പാർക്കുകൾ അല്ലെങ്കിൽ ഓപ്പൺ എയർ ജിമ്മുകൾ പോലെയൊക്കെ വയോജനങ്ങളെ കൂടുതൽ മുഖ്യധാരകളിലേക്ക് എത്തിക്കാൻ വയോജന പരിപാലനത്തിനും പഞ്ചായത്ത് എന്തെല്ലാമാണ് ചെയ്തു വരുന്നത്? വയോജനങ്ങൾക്ക് നമ്മൾ ഉല്ലാസയാത്ര കൊണ്ടുപോയിട്ടുണ്ട്. അവരിടക്ക് നമ്മൾ പഞ്ചായത്തിൽ അവർക്ക് ബോധവൽക്കരണ ക്ലാസ്സും അതുപോലെ തന്നെ വയോജനങ്ങൾ കട്ടില്, ഉല്ലാസയാത്ര, പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മ് 2 നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. മെഡിക്കൽ ക്യാമ്പ്, അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഒക്കെ നമ്മൾ പദ്ധതി വെച്ചിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വയോജനങ്ങളുടെ കരുതലിനോടും പരിചരണത്തോടും ഒപ്പം തന്നെയാണ് എടുത്തു ചോദിക്കേണ്ട ഒന്നാണ് സാന്ത്വന പരിചരണ രംഗം. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ ഇത്തരത്തിൽ കിടപ്പ് രോഗികൾ അല്ലെങ്കിൽ ക്യാൻസർ രോഗികൾ പോലുള്ള ആളുകളുടെ പരിചരണത്തിനായി അവരുടെ സഹായത്തിനായി സഹായ ഉപകരണങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, അവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളും അതുപോലെ തന്നെ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ നിരന്തരമായിട്ടുള്ള പരിചരണവും കൃത്യമായി അവിടെ ഉറപ്പാക്കാൻ പഞ്ചായത്തിന് സാധിക്കുന്നുണ്ടോ? നമ്മുടെ പഞ്ചായത്തിൽ പരിരക്ഷ എന്ന ടീമുണ്ട്. അത് നമ്മൾ നല്ല രീതിയിൽ അവർക്ക് മരുന്നും അതുപോലെ തന്നെ ഡോക്ടർ സേവനങ്ങളൊക്കെ എത്തിച്ചുകൊണ്ട് ആഴ്ചയിൽ 5 ദിവസം നമ്മൾ ഓരോ വീടുകളും സന്ദർശിച്ച് അവര് ശുശ്രൂഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ പുറത്ത് നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ 4 ഇങ്ങനെ പാലിയേറ്റീവ് കേന്ദ്രങ്ങളുണ്ട്. അപ്പൊ അവരും ഒക്കെ സംയുക്തമായിട്ട് നല്ല ഇതില് നമുക്ക് ഇങ്ങനെ കിടപ്പിലായ ക്യാൻസർ രോഗികളായാലും ഡയാലിസിസ് രോഗികളായാലും അതുപോലെ തന്നെ അവരെ ഡയാലിസിസ് രോഗികളെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാൻ നമ്മൾ സ്വന്തമായിട്ട് KLM ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റ് നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അതും നമ്മളെ പഞ്ചായത്തും കൂടി സംയുക്തമായിട്ട് 50ഓളം രോഗികളെ ഡയാലിസിസ് ചെയ്യുന്നുള്ള സൗകര്യം നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അങ്ങനെ അപ്പൊ അവരെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും നമ്മൾ വണ്ടി വരെ ഏൽപ്പിച്ച് ഫ്രീ ആയിട്ടാണ് അവരെ നമ്മളെ വീട്ടിലേക്ക് എത്തിക്കുന്നു. വീട്ടിൽ നിന്ന് ഈ ഡയാലിസിന് കൊണ്ടുവരുന്നു. നമ്മളിപ്പോ അതിൽ ഫണ്ട് കണ്ടെത്തുന്നത് നമ്മളെ പൊതുജനങ്ങളുടെയും അതേപോലെ തന്നെ ബിരിയാണി ചലഞ്ച് പോയിട്ടുള്ള പദ്ധതികളൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോ അങ്ങനെ നല്ല ഒരു ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയുള്ള ഡയാലിസിന് അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ഈ കാർഷിക മേഖലയിലും അതുപോലെ തന്നെ ജലസേചന മേഖലയിലും എല്ലാം കൃത്യമായി പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വന്യമൃഗശല്യം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വന്യജീവി സംഘർഷം അനുഭവിക്കുന്ന പഞ്ചായത്താണോ മാറാക്കര പഞ്ചായത്ത്? പ്രത്യേകിച്ചും കൃഷി നശിപ്പിക്കുന്നതും കാട്ടുപന്നികളുടെ ശല്യവും അത്തരത്തിൽ കൃഷി നശിപ്പിക്കുന്നത് പോലുള്ള എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നുണ്ടോ? ആ പ്രശ്നം ഞങ്ങളെ പഞ്ചായത്തിൽ നല്ല കാര്യമായിട്ടുണ്ട്. നമ്മളിപ്പോ അതില് സൗരോർജ്ജ വേലിയാണ് ഇപ്പൊ നമുക്ക് ആകെയുള്ള ഒരു പ്രതിവിധി. അത് നമ്മൾ പഞ്ചായത്ത് ഇപ്പൊ ഒരു 1.5 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും അതുകൊണ്ടൊന്നും നമുക്കൊരു ശാശ്വത പരിഹാരമായിട്ടില്ല. ഈ പന്നിശല്യം ഏറ്റവും കൂടുതൽ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അപ്പൊ അതിനുള്ള മാർഗങ്ങൾ നമ്മൾ ഷൂട്ടറെ വെച്ച് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് വിജയിച്ചില്ല. അപ്പൊ ഇനിയും ഇപ്പൊ ആളുകൾ ഇപ്പൊ ഈ പ്രാവശ്യം ഏക്കർ കണക്കിന് നെല്ലാണ് നശിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതിനൊരു ബുദ്ധിമുട്ട് നമ്മുടെ പഞ്ചായത്ത് അനുഭവിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സൗരോർജ്ജ വേലികൾ ആണ് നിലവിൽ ഇതിനൊരു പരിഹാരമായി കണ്ടിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങൾ, ഫെൻസിങ്ങും അതുപോലെ തന്നെ ട്രഞ്ച് പോലുള്ള കാര്യങ്ങൾ നിർമ്മിക്കുന്നതിനായി ഏതെങ്കിലും രീതിയിലുള്ള നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ടോ? വനംവകുപ്പുമായി ബന്ധപ്പെടുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടോ? അങ്ങനെ ഒന്നും ഞങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. നമ്മളിങ്ങനെ ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഈ സൗരോർജ്ജ വേലി മാത്രമേ ഇപ്പൊ നമ്മള് ഇപ്പൊ നടത്തിക്കൊണ്ട് ഉള്ളൂ. മറ്റൊന്നും നമ്മള് ആലോചിച്ചിട്ട് ഇങ്ങനെ ചർച്ചയിലും കാര്യങ്ങളൊക്കെ കർഷകര് പ്രത്യേകിച്ച് ഏത് സമയത്തും അവരുടെ പരാതി കൃഷിക്കാരുടെ മീറ്റിങ്ങും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞ ആഴ്ച ആ സമയത്ത് ഇപ്പൊ അവർക്ക് ഇതെന്തെങ്കിലും ഇതിനുള്ള പ്രതിവിധി കണ്ടെത്തണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഷൂട്ടറെ കൊണ്ടുവന്ന് നമുക്ക് അതിനൊരു പ്രതിവിധി കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളൊരു ചർച്ചയിലാണ് ഞങ്ങള്. അതുകൊണ്ടൊരു പരിഹാരം കാണുമെന്ന് നമുക്ക് തോന്നുന്നില്ല. മറ്റു വഴിയൊന്നും ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ജലസേചനത്തിനായി 3
പൊതുകുളങ്ങൾ പഞ്ചായത്ത് തന്നെ മുൻകൈയെടുത്ത് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് 3 കുളങ്ങൾ നിർമ്മിച്ചു എന്ന് പറയുകയുണ്ടായല്ലോ. ഈ കുടിവെള്ള വിതരണത്തിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇനി വരാനിരിക്കുന്നത് വേനൽക്കാലമാണ്, കഠിനമായ വേനൽ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ കുടിവെള്ളത്തിന് ശുദ്ധജലക്ഷാമം അല്ലെങ്കിൽ കുടിവെള്ളക്ഷാമത്തെ എങ്ങനെയാണ് പഞ്ചായത്ത് നേരിടാറുള്ളത്? ഇത്തരത്തിൽ ഈ പൊതുകുളങ്ങൾ നിർമ്മിക്കുന്നത് പോലെ തന്നെ പൊതുജല വിതരണത്തിന് വാട്ടർ അതോറിറ്റിയുടെ ജൽജീവൻ പദ്ധതി അടക്കമുള്ള പദ്ധതികൾ ഉണ്ടായിരിക്കുമല്ലോ. അത്തരത്തിലുള്ള പദ്ധതികൾ, കിണർ റീചാർജിങ് പോലുള്ളത്, അത്തരത്തിലുള്ള പദ്ധതികൾ എന്തെല്ലാമാണ്? കിണർ റീചാർജിങ് പദ്ധതി നമ്മൾ ഒരുപാട് ആളുകൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഈ പ്രാവശ്യം അതിനുള്ള വേണ്ട പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ജൽജീവൻ പദ്ധതിയുടെ കുടിവെള്ള കണക്ഷൻ എല്ലാ വീടുകളും 90% വീടുകളിലും എത്തിയിട്ടുണ്ട്. അല്ലാത്ത ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ ഫെബ്രുവരി മാസത്തില് വണ്ടിക്ക് വെള്ളം ഓരോ വീടുകൾക്കും അടിച്ചു കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. എന്തായാലും കാർഷിക മേഖലയിലും ആരോഗ്യ മേഖലയിലും, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മാലിന്യ നിർമ്മാർജ്ജന മേഖലയിലുമെല്ലാം വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മാറാക്കര പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഭാവിയിലേക്കായി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ഭാവിയിൽ ചെയ്ത് തീർക്കണം എന്ന് പദ്ധതിയിട്ടിട്ടുള്ള ഭാവിയിലേക്കുള്ള ലക്ഷ്യങ്ങൾ പഞ്ചായത്തിൻ്റെതായി എന്തെല്ലാമാണ്? ഭാവിയിലേക്ക് നമ്മൾ ചിന്തിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ കാർഷിക മേഖലയിൽ ഊന്നൽ നൽകിക്കൊണ്ട് നല്ല പുതിയ പദ്ധതികളുമായി നമുക്ക് അവര് പരിപോഷിപ്പെടുത്തണം. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് എല്ലാവർക്കും ബോധവൽക്കരണ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് അവർക്ക് ഉള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നുണ്ട്. അതുമാതിരി ഞങ്ങൾക്ക് സ്വന്തമായ ഒരു MCF ഇല്ല. അതിന് നമ്മൾ ഓരോ അവർക്ക് ലെറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടുന്ന പക്ഷം നമ്മൾ MCF ഉപയോഗപ്പെടുത്തി അതുപോലെ തന്നെ ഉപയോഗപ്പെടുത്താനുള്ള സംവിധാനമുള്ള ഫണ്ടും പദ്ധതികളൊക്കെ വെച്ചിട്ടുണ്ട്. ഏറ്റവും ഒരു അത്യാവശ്യം ഞങ്ങളെ പഞ്ചായത്തിൽ ഒരു ഗ്രൗണ്ട് ഇല്ല. ആ ഗ്രൗണ്ടിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥലം ലഭ്യമാകുന്ന മുറക്ക് അതിൽ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഒരു കളിക്കളം നമ്മുടെ യുവാക്കൾക്ക് നൽകാനുള്ള ഒരു പ്ലാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് വൈകാതെ തന്നെ നടത്താനുള്ള ഒരു ശ്രമത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. നിലവിലെ ഈ ഒരു ഭരണകാലയളവിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ പോലെ തന്നെ വരും കാലഘട്ടത്തിലെയും ഭരണവും പ്രവർത്തനങ്ങളും ഉചിതമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ഷെരീഫ. മലപ്പുറം ജില്ലയിലെ മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഷെരീഫ ബഷീറാണ് നമ്മളോടൊപ്പം. എൻ്റെ പഞ്ചായത്തിൽ മാറാക്കര പഞ്ചായത്തിൻ്റെ ക്ഷേമ പദ്ധതികളും വികസന സ്വപ്നങ്ങളും എല്ലാം പങ്കുവച്ചത്. എൻ്റെ പഞ്ചായത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.